നമസ്കാരം. വീട്ടിൽ നാം ഏവരും വിളക്ക് തെളിയിക്കാറുണ്ട്. പൂജാസമയത്ത് വിളക്ക് കത്തിക്കാറുണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. ഒരു ചെറിയ വിഷയം, പൂജാസമയത്ത് വിളക്ക് കത്തിക്കുന്നു, വിളക്കണയുന്നു, കാറ്റത്ത് വിളക്കണയുന്നു. വീട്ടിൽ ചിലപ്പോൾ വിളക്ക് കത്തിക്കുന്നു, അറിയാതെ ഒരു കൊച്ചുകുട്ടി ഫാൻ ഇടുകയാണ്, വിളക്കണയുന്നു. കുട്ടിയുടെ അടുത്ത് ദേഷ്യപ്പെടുകയാണ്. ഇല്ലെങ്കിൽ കാറ്റ് കൊണ്ട് സാധാരണഗതിയിൽ വിളക്കണഞ്ഞു പോകുകയാണ്. മനസ്സിന് സങ്കടം വരികയാണ്. മനസ്സിന് സങ്കടം വന്നിട്ട് നാം തന്നെ എന്തോ ഒരു ദോഷമുണ്ടല്ലോ എന്നുള്ളൊരു വസ്തുത. വീട്ടിൽ ഗണപതി ഹോമം നടത്തുന്നു, ഇല്ലെങ്കിൽ ഭഗവതി സേവ നടത്തുകയാണ്, ഏതെങ്കിലും ഒരു വിളക്കണയുകയാണ്. ഇങ്ങനെ കുറേ സ്ഥലത്ത് നാം ഈ ഒരു പ്രക്രിയ കാണുന്നു. മനസ്സിൽ ദോഷം എന്നുള്ള വാക്കിനെ ഘടിപ്പിക്കുന്നു. അതിനെ മറ്റൊരു പ്രവൃത്തിയിലേക്ക് ഇല്ലെങ്കിൽ എന്തെങ്കിലും സെൻറ്റിമെൻ്റായിട്ട് കണ്ട് നാം സ്വയം ദുഃഖിക്കുകയാണ്. ഇതെന്താണ് ഇതിലെ വസ്തുത എന്നുള്ളതാണ് ഇവിടുത്തെ വിഷയം. ആദ്യമേ തന്നെ പറയട്ടെ, പ്രകൃത്യാലുള്ളത്, പ്രകൃതി കൊണ്ട് കാറ്റത്ത് വിളക്കണഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും അത് കത്തിക്കുക എന്നുള്ളതാണ്. ഇത് ജ്യോതിഷം എന്നുള്ള സന്ദർഭം വേറെയാണ്. ഇനി ഇത് കേട്ട് ഉടനെ കയറി അഷ്ടമംഗല പ്രശ്നം വെക്കുമ്പോൾ വിളക്ക് കത്തി ജ്വാലാച ആയുഹു എന്ന പ്രമാണമുണ്ടല്ലോ എന്ന് ഇവിടെ തിരികരുത്. സന്ദർഭവശാലാണ് ഇവിടുത്തെ വിഷയങ്ങളെല്ലാം തന്നെ ആചരണീയം. എല്ലാം തന്നെ ഏത് സന്ദർഭത്തിൽ ആര് എന്ത് എങ്ങനെ ചെയ്തു. വീണ്ടും ഒന്നുകൂടി ഓർമ്മിപ്പിക്കട്ടെ, ഏത് സന്ദർഭത്തിൽ ആര് എങ്ങനെ എന്ത് ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു വീട്ടമ്മ പാവം, ആ സ്ത്രീ വിളക്ക് കത്തിക്കുകയാണ്, വീട്ടിൽ നിരന്തരം കത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ വിളക്ക് അണയുകയാണ്. വീണ്ടും കത്തിക്കുക ദോഷമില്ല. അതിനെ ജ്വാലാജ ആയുഹു എന്ന പ്രമാണം കൊണ്ട് അവിടെ തിരികെ കയറ്റി അതിനെ ദോഷം കൽപ്പിച്ച് ഇങ്ങനെ പല രീതിക്കും ആൾക്കാർ ഇങ്ങനെ കമൻ്റ് ചെയ്ത് പോയി ഒന്നിൽ നിന്ന് 10, 10ൽ നിന്ന് 100, 100ൽ നിന്ന് 1000, 1000 ലക്ഷങ്ങളായി അനാചാരമായി ദോഷമെന്നുള്ള വാക്ക് മലയാളിയുടെ മനസ്സിനകത്ത് കടന്നിങ്ങനെ വെമ്പൽ കൊള്ളുകയാണ്. തീർച്ചയായിട്ടും ദോഷമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ജ്യോതിഷം ഇങ്ങനെ താമ്പൂല പ്രശ്നം നടക്കുകയാണ്, ഇല്ലെങ്കിൽ അഷ്ടമംഗല പ്രശ്നം നടക്കുകയാണ്, ഒരു കുട്ടി ദീപം തെളിയിക്കുകയാണ്, ദീപം അണയുകയാണ്, അതിന് ഫലം വേറെയാണ്, സന്ദർഭം വേറെയാണ്. പക്ഷേ അതിനെ സാധാരണക്കാരൻ നിത്യമായിട്ട് ദീപം തെളിയിച്ച് പ്രാർത്ഥിക്കുവാൻ പോകുമ്പോൾ ദീപം അണഞ്ഞു കഴിഞ്ഞു, വീണ്ടും കത്തിക്കുക, മനസ്സിൽ ചഞ്ചലമില്ലാതെ വീണ്ടും നാമജപം തുടങ്ങുക എന്നുള്ളതാണ് ഇവിടുത്തെ വിഷയം. ഇനി ഭഗവതി സേവ നടക്കുന്നു, വിളക്ക് തെളിയിച്ചിട്ടുണ്ട്, ഏതെങ്കിലും ഒരു വിളക്ക് കെട്ടുപോകുകയാണ്. തീർച്ചയായിട്ടും ദുഃഖിക്കേണ്ടതില്ല. കാരണം ഇന്ന് പൂജ കഴിക്കുമ്പോൾ ഈ ദേവതയെ ആവാഹനം ചെയ്യുന്നത് പീഠത്തിലാണ്, കൂർച്ചത്തിലാണ്. അവിടെ ഒരു പീഠം വെച്ചിട്ടുണ്ട്, അതിൽ നാളികേരമുണ്ട്, കൂർച്ചം. ആ കൂർച്ചത്തിൽ ആവാഹനം ചെയ്യുന്നു. ഇല്ലെങ്കിൽ പലതരത്തിലും ഇപ്പോൾ ഗണപതി പൂജ നടത്തുന്നു, ഹരിദ്രാബിംബം എന്ന് പറയുന്നു, ചെറിയൊരു ബിംബത്തിലേക്ക് ആവാഹനം ചെയ്യുന്നു. അപ്പോൾ വിളക്കിലല്ല ആവാഹനം. നമ്മൾ വെറുതെ ആ ഒരു വിളക്ക് അണഞ്ഞല്ലോ, എൻ്റെ പൂജയുടെ ഫലം പോയി എന്ന് ദയവ് ചെയ്ത് ചിന്തിക്കരുത്. അപ്പോൾ ഇവിടെ പറയുവാൻ ഉദ്ദേശിച്ചത് ഇത്ര മാത്രമേ ഉള്ളൂ. ഏത് സന്ദർഭത്തിൽ ആര് എവിടെ എങ്ങനെ എന്ത് ചെയ്തു എന്നുള്ളതാണ് വിഷയം. സന്ദർഭം ഉചിതമായി, സന്ദർഭത്തിനനുസരിച്ച് വേണം നാം ചിന്തിക്കേണ്ടത്. ഒരു ചെറിയ ഉദാഹരണം, ഒരു പട്ടാളക്കാരൻ അതിർത്തിയിൽ വെടിവെച്ചാൽ അയാൾക്ക് കേസില്ല. അയാൾ നേരെ തിരുവനന്തപുരം പട്ടണത്തിൽ നേരെ സ്റ്റാച്യു റോഡിൽ നിന്ന് വെടിവെച്ചാൽ അയാളെ തീർച്ചയായിട്ടും പട്ടാളക്കാരനാണെങ്കിലും കൊണ്ട് ജയിലിലാക്കും. തീർച്ചയായിട്ടും പണിഷ്മെൻ്റ് ഉണ്ട്, ഏവർക്കും അറിയാം. അപ്പോൾ സന്ദർഭം അനുസരിച്ച് വിലയിരുത്തണം എന്നുള്ള ഒരു വിഷയമാണ് ഇതിലൂടെ പറയുവാൻ ശ്രമിച്ചത്. കാരണം നാം ഏവരും ഓരോ ആചാരങ്ങൾ അനുഷ്ഠിക്കുമ്പോഴും ഈ ദോഷം എന്ന വാക്കിനെ അതിനോട് ചേർത്ത് ഭയചകിതരായി മുന്നോട്ട് പോവുകയാണ്. ഒരു കുട്ടി പല പ്രാവശ്യം എണീറ്റ് നിൽക്കാൻ ശ്രമിച്ച് പരാജയപ്പെട്ട് വീണ്ടും എണീറ്റ് നിൽക്കുകയാണ്. നടക്കാൻ ശ്രമിക്കുകയാണ്, പിടിച്ചുകൊണ്ട് നടക്കുകയാണ്, കൈവിട്ട് നടന്ന് ശീലിക്കുകയാണ്, പിന്നീടാണ് ഓടുന്നത്.
അതുപോലെ തന്നെ ഓരോ ആചാരം നാം അനുഷ്ഠിക്കുമ്പോഴും നമ്മൾ നമ്മളെ റിഫൈൻ ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ദയവ് ചെയ്ത് മനസ്സിനെ ദുർബലമാക്കാതിരിക്കുക. ഈ വക വിഷയങ്ങളിൽ തീർച്ചയായിട്ടും ധൈര്യമായിട്ട് മുന്നോട്ട് പോകുക എന്നുള്ളൊരു സന്ദേശമാണ് ഇവിടെ കൈമാറാൻ ഉദ്ദേശിക്കുന്നത്. ഇത് ഏവരിലും എത്തിക്കുക. നമസ്കാരം.